എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചായ കുടിച്ചോണ്ടിരിക്കണേ ശ്രീദേവിയുടെ അടുത്ത് ശ്രീകല വന്നിട്ട് പറഞ്ഞു, അതെ മോളിങ്ങോട്ട് വന്നി ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയാം. എന്താമേ ഇങ്ങോട്ട് വരാനും പറഞ്ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എടി എന്തു കോലാ നിന്റെന്ന് ചോദിക്കുകയാണ്. എന്താമ്മേ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കാം. എടി നിന്നോട് ഈ കോലത്ത് വരാനാണോ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കാം. അമ്മേ അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, നിനക്ക് തന്നുവിട്ട ആ മുക്കുവണ്ടോ അല്ലേ എന്തെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മ അതല്ല അവിടെയാന്ന് പറയണേ. എടി അത് അവിടെ വെച്ചിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാവുമോ? നാളെ മിക്കവാറും അവരാ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുക്കുവണ്ടോ അന്ന് മനസ്സിലായി പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാവും ചോദിക്കുക. അമ്മ അതേ കൊണ്ടുവരാനായിട്ട് അണിഞ്ഞോണ്ട് വന്ന പിന്നെ എന്താണ് ഈ സംഭവിച്ചതെന്ന് ചോദിക്കാം. അത് പിന്നെ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയണം. ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്ര സ്വർണ്ണം ഇട്ടോണ്ട് നടക്കാൻ ശരിയാണ്, കള്ളന്മാരുടെ ശല്യമുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനം തിരിച്ചു ഊരി വാങ്ങിച്ചു വെച്ചെന്നൊക്കെ. എടി ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആകെപ്പാടെ പ്രശ്നമായല്ലോ. അല്ല ആ സമയത്ത് ഗോമതി എവിടെ ഉണ്ടായിരുന്നു ചോദിക്കും. ഉണ്ട്, അമ്മയുടെ കയ്യിലേക്കാ കൊടുത്തേന്ന് പറഞ്ഞ. ഓ സമാധാനം. എങ്ങാനും ആ മീനാക്ഷി അവരെങ്ങാനും ആയിരുന്നെങ്കിൽ അത് ഉറച്ചും കൂടെ നോക്കിയാനെന്ന് പറയാം. ഇനി എങ്ങാനും വല്ല ബാങ്ക് ലോക്കറി വെക്കാനും പോയാലോ, എവിടെയെങ്കിലും വെക്കാൻ പോയിട്ടുണ്ട് തീർന്നു. അതോട് കൂടിയിട്ട് പിന്നെ ഗോമതിയുടെ കയ്യിലാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അതിവിടെ എത്തിക്കണമെന്ന് പറയാം. അമ്മേ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ എങ്കില് എന്റെ അവസ്ഥ അതായി പോയെന്ന് പറയാം. ഇനിയിപ്പൊ എന്ത് പറയാനാ, പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് പറയണം. പിന്നെ അവര് ഹാളിലേക്ക് വരുവാണ്. ഈ സമയം ആരിനും മിത്രയും കൂടെ കുറെ ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു നിർത്താൻ പറയാൻ. എന്താ? പിന്നെ മിത്ര ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, നമുക്ക് വഴി തെറ്റിന്ന് ആര്യ തോന്നിയെന്ന് പറയണം. വഴി തെറ്റിന്നോ? അതെ, ഈ വഴിയല്ലല്ലോ അവിടെ വീട്ടിലേക്ക് പോകണ്ടേന്ന് പറയണം. അതാണോ കാര്യം? നമ്മൾ കുറച്ച് ചുറ്റി വളഞ്ഞെന്നുള്ളെന്ന് പറയണം. ചുറ്റി വളഞ്ഞ എന്തിനാ? എനിക്ക് കുറച്ചേരം ചുറ്റി കറങ്ങണം തോന്നി. ഇപ്പോഴങ്ങോട്ട് ചെന്നിട്ട് എന്ത് കാണിക്കാനാ? അവിടെ പോയി ചായയും പലഹാരവും ഒക്കെ ചുമ്മാ ഇരിക്കാനല്ലേ. ഇപ്പൊ അതിന്റെ കാര്യമൊന്നും ഇല്ലോന്ന് പറയണം. അതുകൊണ്ടാണ് ആരും ഇങ്ങനെ ചുറ്റിക്കറങ്ങിയെന്ന് ചോദിക്കും ഈ വെയിലത്ത്. പിന്നല്ലാതെ. അതെ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയും. എന്താ? അന്ന് ഒരു കാര്യം ചെയ്യാം, എന്നെ അങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് ആരും വന്ന് ചുറ്റിക്കറങ്ങിക്കൊള്ളാൻ പറയോ? ഓ അങ്ങനെയാണോ? അന്ന ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ കൊണ്ടുവിട്ടേക്കാന്ന് പറയാം. പക്ഷെ എനിക്ക് നിന്നെ പുറയിലെടുത്ത് ചുറ്റിക്കറങ്ങാനായിരുന്നു താല്പര്യം എന്ന് പറയാം. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അങ്ങനെയാണോ? അത് അങ്ങനെയാ. ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. എന്നാ ഒരു കാര്യം ചെയ്യാം, നേരെ വിട്ടോളം പറയണം. എങ്ങോട്ട്? അല്ല ആനന്ദന്റെ അരിയിലേക്ക്. പക്ഷെ ഇപ്പൊ വേണ്ട, കുറച്ച് ചുറ്റിക്കിറങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറയാം. നമുക്ക് കുറച്ചുകൂടെ ചുറ്റിക്കിറങ്ങി അടിച്ചു വിളിച്ചിട്ട് പോകാന്ന് പറയണം. അങ്ങനെ മിത്ര കയറിയിട്ട് ആരിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവര് സ്കൂട്ടിയും കൊണ്ട് എല്ലാവരും ചുറ്റിക്കിറങ്ങുവാണ്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ആ യാത്ര. ആന്റെ മനസ്സിൽ പണ്ടത്തെ പോലെയല്ല, മിത്രയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഉദയഭാന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ആരും മിത്ര എതിരിട്ട് വന്നില്ലേന്ന് ചോദിക്കണം. ഇല്ല അവരെ കണ്ടില്ലെന്ന് പറയണം. ആ സമയം ആനന്ദ് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, വിളിച്ചിട്ടോട്ട് കിട്ടുന്നില്ലെന്ന് പറയണം. ശ്രീകല പറഞ്ഞു, എന്നാ പിന്നെ ഫുഡ് കഴിച്ചാലോ. അല്ല അവര് വരാതെ എങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് ചോദിക്കണം. അപ്പോഴേക്കാണ് ആരും മിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോ ഉദയഭാനി എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളിത് എന്ത് പറ്റി? നിങ്ങൾ കുറെ സമയം ആയല്ലോ, ഒത്തിരി ലേറ്റ് ആയല്ലോ എന്ന് പറയണം. അത് പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കൊന്നും വഴി തെറ്റിപ്പോയായിരുന്നു അങ്കിളെന്ന് പറയണം. ഓ അതാണോ കാര്യം? എന്നാ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുവാണ്. അത് പിന്നെ ഞങ്ങള് ഊടുവഴിയൊക്കെ കയറി ഇങ്ങോട്ടേക്ക് എത്തിന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മിത്ര ചിരിക്കുവാണ്. ധർമ്മം പറഞ്ഞു, അതെന്താണല്ലോ കൊള്ളാടാ നിനക്ക് വഴി തെറ്റിപ്പോയത്. അങ്ങനെ ഒന്ന് ചുറ്റി കറങ്ങാൻ പറ്റില്ലോ എന്ന് പറയാണ്. അങ്ങനെ ഫുഡ് എടുക്കാന്ന് ഓർത്ത് അങ്ങോട്ട് പറഞ്ഞ് ശ്രീകല അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കോളിംഗ് ബെൽ അടിച്ചു. ശ്രീകല പോയി കഥ തുറന്നു നോക്കിയപ്പോൾ ആളെ കണ്ട് ഞെട്ടിപ്പോയി ഒരു നിമിഷം. കാരണം അയാൾക്ക് പണം കൊടുക്കാണ്ടിരുന്നു. കുറെ രൂപയില്ല, 2 ലക്ഷം രൂപ കൊടുക്കാണ്ടായിരുന്നു. ഉദയഭാനു വാങ്ങിച്ചാണ്. അയാൾ ഒന്നിങ്ങനെയൊക്കെ നോക്കി. അയാളെ കണ്ടപ്പത്തിന് ഉദയഭാനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല കുറെ വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു, അത് ഇതിന്റെ മകളും മരുമോനൊക്കെയാന്ന് പറയണം. കണ്ടതിൽ എന്താളും സന്തോഷം ഉണ്ടെന്ന് പറയണം. പെട്ടെന്ന് ധർമ്മം ചോദിച്ചു, അല്ല കണ്ട് ഒരു പരിചയമില്ലല്ലോ, ബന്ധുക്കാരായാലും ആണോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, ബന്ധുക്കാരല്ല അതൊക്കെ മേലെയാന്ന് പറയണം. ദേ വന്നിരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പിടിച്ചിരുത്താൻ നോക്കണം. ഞാൻ ഇരിക്കുന്നൊന്നുമില്ല, എന്റെ പൈസ എവിടെ? അതിങ്ങ് എടുത്തു തരാൻ പറയണം. പണമോ എന്ന് ചോദിച്ചിട്ട് ഉദയഭാനു ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ മനസ്സിലായില്ലേ? 1, 2 അല്ല 2 ലക്ഷം രൂപയുണ്ട്, എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന ആ പൈസ ഇങ്ങോട്ട് തരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, അത് പിന്നെ ഇപ്പൊ ഇല്ലാന്ന് പറയണം. ഇപ്പൊ ഇല്ലേ? ഇത് നല്ല കളിയായപ്പോലോ. പെട്ടെന്ന് ധർമ്മം ചെന്നിട്ട് ശ്രീകല അടിച്ചു, എന്താ എന്താ ആന്റി ഇതൊക്കെ എന്തായി പറയണേ? ഇവരൊക്കെ എന്താ പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു ചോദിക്കണം. അത് പിന്നെ മോനെ അതൊക്കെ പിന്നീട് പറയാന്ന് പറയാണ്. ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു, അതെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം, ഇവിടെ ഇരുന്നത് സംസാരിക്കേണ്ടെന്ന് പറയാണ്. നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാന്ന് പറയണം. അവസാനം ശ്രീകല പറഞ്ഞു, അങ്ങോട്ട് ചെല്ല ഉദയാട്ടാന്ന് പറയണം. അങ്ങനെ ഉദയഭാനു അങ്ങോട്ടേക്ക് ചെന്നു. ഉദയഭാനു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് എങ്ങനെയെങ്കിലും നിങ്ങളോട് പൈസയൊക്കെ തരാന്ന് പറഞ്ഞ് അയാളുടെ കയ്യെ കാലേ വീഴുവാണ്. ഈ സമയം നെഞ്ചിനകത്ത് പഞ്ഞു വെച്ചാൽ കത്തും. അതേ അവസ്ഥയിലാണ് ശ്രീദേവി നിൽക്കുന്നത്. കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെന്ന് മനസ്സിലായി. ഇനിയിപ്പം ഇവര് പോയി കഴിയുമ്പോഴത്തേനും ചോദ്യങ്ങളായി പറച്ചിലായി തന്നെ മിക്കവാറും ഇവിടെ നിർത്തിയിട്ട് ആനന്ദേട്ടൻ പോവും. അതൊക്കെ ഓർത്തപ്പോ ചങ്കിനകത്ത് തീ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒരു വിധത്തിൽ ഉദയഭാനു അയാളെ പറഞ്ഞു വിട്ട് അങ്ങോട്ടേക്ക് വന്നു. ആ സമയം
ആനന്ദും ആരും ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്കിളെ? അയാൾ പൈസയുടെ കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ, 2 ലക്ഷം രൂപയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെന്ന്. അല്ല, അങ്കിൾ ഇത്ര ഉയർന്ന സ്ഥിതിയിലായിട്ടും അയാൾക്ക് അങ്കിളിന് ഈ 2 ലക്ഷം രൂപയുടെ കടം വന്ന എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോ ഉദയഭാനു പെട്ടെന്ന് പറഞ്ഞു, കടവോ? ആർക്ക് കടം? ഞങ്ങൾക്ക് കടമൊന്നും ഇല്ലാന്ന് പറയണം. ഈ സമയം ശ്രീകല പറഞ്ഞു, ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കാനില്ലെന്ന് പറയാണ്. പൈസ കൊടുക്കാനില്ലേ? പിന്നെ അയാൾ വന്ന് പറഞ്ഞതോ ചോദിച്ചോ അതെന്താന്ന് ചോദിക്കുവാണ്. അതിന് മറുപടി പറയാൻ ശ്രീകലയുടെ കയ്യിലില്ലായിരുന്നു. പെട്ടെന്ന് ഉദയഭാനു ചാടിക്കിറപ്പടിച്ച് വട്ടാന്ന് പറയാണ്. വട്ടോ? അതെ, അയാൾക്ക് വട്ടാന്ന് പറയാണ്. ഇങ്ങനെ ഓരോ വീടുകളിൽ കൂടി കയറി ഇറങ്ങി അയാൾ ഇങ്ങനെ പൈസ വെച്ചോണ്ടിരിക്കും. അയാളുടെ മോളുടെ കല്യാണം മുടങ്ങിയതാ. അപ്പൊ അതിന് വെച്ച് അയാളുടെ കുറെ പണമൊക്കെ നഷ്ടപ്പെട്ടു പോയി. പണം നഷ്ടപ്പെട്ടതിന് പേരിൽ മോളുടെ കല്യാണം മുടങ്ങി. മോൾ അയാളത്തിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിനുശേഷം അയാൾക്ക് ഇങ്ങനെയാ ഭ്രാന്തായ. അയാൾ വന്ന് ചോദിച്ചിട്ട് അതല്ല ഞങ്ങളൊന്നും മിണ്ടായിരുന്നേ, അനുനയത്തിൽ അയാളെ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുക. അയാള് അക്രമാസക്തനായിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, ഓ കാണാനൊക്കെ നല്ലൊരു മനുഷ്യൻ, പക്ഷെ അയാൾക്ക് ഭ്രാന്തല്ലെന്ന് ചോദിക്കുകയാണ്. അതെ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാന്ന് പറ. ശ്രീദേവി പറഞ്ഞു, ബാ മക്കളെ, ഇനിയിപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട, വന്ന് ഫുഡ് കഴിക്കാൻ പറയണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോ മിത്രയോട് ആരും ചോദിച്ചു, അല്ല മിത്രയ്ക്ക് തോന്നുന്നുണ്ടോ അയാൾക്ക് ഭ്രാന്തുണ്ടെന്ന് മിത്രയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ, എനിക്കങ്ങനെയും തോന്നിയില്ല എന്ന് പറയാ. എനിക്കും അങ്ങനെ തോന്നിയില്ല, എന്തോ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. ഈ സമയം ഗോമതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആ ശ്രീദേവി കൊണ്ട് ചായ കൊണ്ട് കൊടുത്തപ്പോ ഇത്ര നല്ല ചായ ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ലെന്ന് ബാലേട്ടൻ പറഞ്ഞ്, പിന്നെ ഇഡ്ഡലി കൊണ്ട് കൊടുത്തപ്പോഴും പൂ പോലെ ഇഡ്ഡലിയാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ താൻ ഈ വീട്ടിൽ തഴയപ്പെടുവാണോ? തന്റെ ആവശ്യമില്ലേ? തനിക്കൊരു പ്രസക്തിയെ വീട്ടിലില്ലേ? ഇത്രയും കാലം ബാലേട്ടനും കുട്ടികൾക്കും വേണ്ടി ജീവിച്ചേ. പക്ഷേ എങ്കിൽ ഇപ്പോഴാണ്ടേ ഇങ്ങനെയൊക്കെ ഒന്നും അങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ആകെപ്പാടെ ഒരു ടെൻഷനായിപ്പോയി ഗോമതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. പിന്നീട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ശ്രീദേവി മുറിയിൽ പോയി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കണേ. ഇനിയിപ്പം ആനന്ദേട്ടനൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്, അതോട് തീർന്നു. അപ്പോഴേക്കും ശ്രീകല അങ്ങോട്ടേക്ക് വന്നു. ശ്രീകല പുറേ ശ്രീവിദ്യയും കൂടെ വരുവാണ്. ശ്രീകല വന്നിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ നിക്കണെന്ന് ചോദിക്കാം. പിന്നെ നിൽക്കാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മയൊന്ന് പറഞ്ഞാട്ടെ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇങ്ങനെ ഓരോ കടക്കാർ വന്നോണ്ടിരിക്കും. ആ പോങ്ങാപ്പാറ അമ്മാവനെ വന്നിരുന്നെങ്കിലോ ആ പൈസ കൊടുക്കാൻ ഞാനല്ലേ ഏറ്റിരിക്കുന്നേ. ആകെപ്പാടെ പ്രശ്നമായി തീർന്നേനെ. എത്ര കാലം അമ്മ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ നടക്കുന്നേ. അവസാനം എല്ലാരും കൂടെ കുടിയും കഴിയുമ്പത്തേനും ജീവൻ നശിച്ചു പോവമ്മേന്ന് പറയണ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രീകല പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുക, എന്ത് ചെയ്യാനാന്ന് പറയാണ്. ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക. അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വന്നോണ്ടിരിക്കുക. ഈ സമയത്ത് ആര്യൻ മുറിക്ക് പുറത്തു വന്നു. ആര്യൻ ഇങ്ങനെ അകത്ത് പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നീട് ആര്യൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ശ്രീകല കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആര്യനെ കണ്ടതും പ്രേതത്തെ കണ്ട പോലെ അവസ്ഥയായിപ്പോയി. ആര്യൻ താങ്കൾ പറഞ്ഞെല്ലാം കേട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പെട്ടെന്ന് ശ്രീകല വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ മോൻ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനൊന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്, അപ്പൊ ഫോൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറുമെന്ന് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ശ്രീദേവിക്ക് നെഞ്ചിൻ്റെ ഒരു ഇടിപ്പ്. ശ്രീദേവി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് നിന്ന് കഴിഞ്ഞപ്പത്തേനും ആരും ചോദിച്ചു, അല്ല ശ്രീദേവി എടുത്തി ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ആരാ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കടം കൂടിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആരുടെ കാര്യമാ? അല്ല ഇവിടുത്തെ ഉദയഭാനു അങ്കിളിന് അങ്ങനത്തെ ഒരു അവസ്ഥയില്ലെന്നറിയാം. നിങ്ങളുടെ ആരുടെയും ബന്ധപ്പെട്ട ആർക്കെങ്കിലും ആണെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ശ്രീദേവി ഓർത്തു, ഇനിയിപ്പൊ ആരിനൊന്നും കേട്ടില്ലേ. ആ സമയം ശ്രീകല ചോദിച്ചു, അല്ല മോനപ്പോ ഒന്നും കേട്ടില്ലായിരുന്നോ പറഞ്ഞത്? ആളുടെ പേരാന്നും പറഞ്ഞു കേട്ടില്ല എന്ന് പറയണം. ഓ അതെന്ത് ചെയ്യാനാ, പോങ്ങാപ്പാറയുള്ള ഇവളുടെ ഒരു അമ്മാവന്റെ കാര്യമാ. അങ്ങേർക്ക് കുറെ കടമുണ്ടെന്ന് പറയണം. ആത്മഹത്യയുടെ വക്കീലെത്തിക്കോ കാര്യങ്ങളൊക്കെ. എങ്കിൽ പിന്നെ ഒന്ന് സഹായിച്ചുകൂടെന്ന് ചോദിക്കാം. സഹായിക്കാനോ? എത്ര സഹായിച്ചു? സിംഗപ്പൂരിലുള്ള ഒരു ഫ്ലാറ്റ് പോലും വിറ്റേ തന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കടം വീട്ടാൻ വേണ്ടി മാത്രമാന്ന് പറയാണ്. എത്ര കൊടുത്താലും മതിയാവൂല മോനെ, എന്ത് ചെയ്യാനാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമായിപ്പോയി ശ്രീദേവി ഇങ്ങനെ നോക്കണം. കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആരും ചോദിച്ചു, സത്യമാണോ ശ്രീദേവി ചെന്ന് ചോദിക്കണം. പിന്നെ സത്യമാണോന്നോ? ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇറങ്ങി തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. പിന്നെ ഓരോരുത്തരിങ്ങനെ വന്നിങ്ങനെ ഓരോ അവസ്ഥ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആര്യം പറഞ്ഞു, അതെ ഇല്ലാത്തവരുടെ വിഷമം ഇല്ലാത്തവർക്കോ മനസ്സിലാവുള്ളൂ. അവർക്ക് അവരുടെ കടങ്ങളും കാര്യങ്ങളും ചിന്തയുള്ളൂ. ഒരു പക്ഷെങ്കില് അവർക്കൊന്നുമില്ലാത്തതിന്റെ അവസ്ഥ അവർക്കും അറിയത്തുള്ളൂ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അത് ശരിയാ, ആര്യം പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ്. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് എത്രയാ നമ്മൾ കൊടുക്കുന്നത്, എത്ര രൂപ ഇവർക്കൊക്കെ വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ? അതിന്റെ നന്ദിയും കാര്യങ്ങളൊന്നും ഇല്ല മോളെ മോനെ, എന്നാലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആര്യനെ അങ്ങോട്ട് പോവാണ്. ആര്യം പോയി കഴിഞ്ഞപ്പോഴത്തേനും നെഞ്ചിച്ച് കൈവച്ച് ശ്രീദേവി പറഞ്ഞു, ദൈവമേ ഓ കഷ്ടിച്ചാ രക്ഷപ്പെട്ടെന്ന് പറയാണ്. ശ്രീകല പറഞ്ഞു, അതെ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന അതോടുകൂടി തീർന്നേനെന്ന് പറയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.